ചില ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ച കേട്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനത്തിലുള്ള വായനയാണ്. നമ്മൾ അവിടെ യോഹന്നാൻ സ്ലീ പ്രകാരം പറയുന്നുണ്ട്, മരണത്തിന് അർഹമായ പാപം അല്ലെങ്കിൽ മരണാർഹമായ പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണാർഹമല്ലാത്ത പാപത്തെ കുറിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇതെല്ലാം എഴുതിയത് അവനിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനാണ്. നിത്യജീവനെ കുറിച്ചും മരണാർഹമായ പാപത്തെക്കുറിച്ചും മരണാർഹമല്ലാത്ത പാപത്തെക്കുറിച്ചും യോഹന്നാൻ സ്ലീഹ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഈ ലോകത്തിലേക്ക് വന്നതും ശിഷ്യന്മാര് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ലോകത്തെ മുഴുവൻ സുവിശേഷം അറിയിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും നിത്യജീവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, ഈ നിത്യജീവൻ എങ്ങനെയാണ് പോകുന്നത്? ഈ നിത്യജീവൻ പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ മരണാർഹമായിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. ചില പാപങ്ങളിലൂടെ ആ ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടാം, അല്ലെ കൃപാവരത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടാം. ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ യോഹന്നാൻ സ്ലീഹ അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണാർഹമായ പാപം നിങ്ങൾ ആരും ചെയ്യാതിരിക്കട്ടെ, അങ്ങനെ ചെയ്യുന്നവൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. അതായത് മരണാർഹമായ പാപം ചെയ്യാനുള്ള ഒരു പ്രലോഭനം നമ്മളിൽ ഉണ്ടാകുന്നെങ്കിൽ, അല്ലെങ്കിൽ മാരക പാപം ചെയ്യാനായിട്ടുള്ളൊരു പ്രലോഭനം ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ ആ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന ഈ നിത്യജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് ഈ മാരകപാപം ഇടയാക്കും എന്നുള്ളതാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നിത്യജീവന് വേണ്ടി അധ്വാനിക്കാനും മാരകപാപങ്ങളിൽ നിന്ന് അകന്നിരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.